ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വളരെയധികം സന്തോഷം നിറഞ്ഞൊരു ദിവസത്തെ വ്ളോഗാണ് ഇടുന്നത്. ഇന്ന് എൻ്റെ എച്ചുവിയുടെ ബർത്ത്ഡേ ആണ്. അവന് 4 വയസ്സായ ദിവസമാണ്. അപ്പോൾ അവൻ കുറേ ആയി പറയുന്നു ബീച്ചിൽ പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ ആലപ്പുഴയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോകുന്ന വഴിക്ക് അവൻ്റെ ഫേവറേറ്റ് ഫുഡായിട്ടുള്ള മന്തിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. എൻ്റെ അച്ഛയും ഉമ്മച്ചിയും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ബിരിയാണിയും ഞങ്ങൾ മന്തിയൊക്കെ കഴിച്ച് നേരെ ബീച്ചിലേക്ക് വിട്ടു. ബീച്ചിൽ ചെന്നപ്പോൾ തന്നെ അവന് ഭയങ്കര സന്തോഷമായി. അവൻ ഒരുപാടായി പറയുന്നു ബീച്ചിൽ പോകണം. അങ്ങനെ അവൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. എന്നിട്ട് ഞങ്ങൾ ചെന്ന് ബീച്ചിൽ നിന്ന് തന്നെ കേക്ക് കട്ട് ചെയ്താലോ എന്ന് ഓർത്തു. അങ്ങനെ കേക്കൊക്കെ കാറിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിനിടയ്ക്ക് ഞാൻ ഒരുപാട് പ്രാവശ്യം പറയുന്നുണ്ട് അവൻ വെള്ളത്തിൽ ഇറങ്ങട്ടെ. അപ്പം ഞാൻ പറഞ്ഞു കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ് നിന്നെ ഇറക്കാം, അല്ലെങ്കിൽ പിന്നെ ആ ഡ്രസ്സിൻ്റെ കാര്യം പോക്കാം. അതൊരു വൈറ്റ് ഷർട്ടും കൂടെ ആയതുകൊണ്ട് ഡ്രസ്സൊക്കെ മാറ്റി കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇറക്കാമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് നിർത്തിയേക്കാണ്. അങ്ങനെ ആദ്യം ഞാനും ഇക്കായും ചിബിയും കൂടെ കേക്കൊക്കെ കട്ട് ചെയ്ത്, അച്ചിയാണ് ഈ സമയത്ത് വീഡിയോ ഒക്കെ അങ്ങ് പിടിച്ചു തരുന്നത്. അങ്ങനെ ഞങ്ങളുടെ ടേൺ കഴിഞ്ഞിട്ട് അടുത്ത അച്ചിയും ഉമ്മച്ചിയും കൂടെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അങ്ങനെ അവരും കട്ട് ചെയ്ത് അവൻ്റെ വായിലൊക്കെ വെച്ച് കൊടുത്ത്. ഇച്ചിപ്പിയുടെ ശ്രദ്ധ മൊത്തം ആ കേക്കിൻ്റെ മുകളിലിരിക്കുന്ന ആ ചെറിയാണ്. ലാസ്റ്റ് അവൻ അത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിലാണ് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവനെ പ്രസവിച്ച് കയ്യിൽ കിട്ടിയ ആ ഒരു മൊമെൻ്റാണ് ഇപ്പോഴും മനസ്സിലാവും. അവൻ ഇത്രയും വലുതായി, 4 വയസ്സായി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൻ ഇത്ര വലുതായോ. ചില സമയം അവർക്ക് കുഞ്ഞായിട്ട് തന്നെ ഇരുന്നാൽ മതിയായിരുന്നു, വലുതൊന്നും ആവണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത എങ്ങോട്ടേക്ക് പോകുന്നുള്ള ആലോചനയിലാണ് ഞങ്ങൾ. അങ്ങനെ ഓർത്ത് പാർക്കിൽ കൊണ്ടുപോയി അവനെ കുറച്ച് സമയം കളിപ്പിക്കാമെന്ന്. അങ്ങനെ അവൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ നേരെ പാർക്കിലേക്ക് പോവാണ്. അവിടെ ചെന്നപ്പോൾ ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു പാർക്കിൽ. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ ഒത്തിരി മക്കളുണ്ടായിരുന്നു കളിക്കാനൊക്കെ ആയിട്ട് അവന്. അങ്ങനെ ഓരോ റൈഡിലും അവൻ കയറുകയാണ്. പിന്നെ നമ്മൾ വല്ലപ്പോഴും അല്ലേ കൊണ്ടുവരുന്നുള്ളൂ. അതുകൊണ്ട് അവൻ കളിച്ച് മതിയാവുമ്പോഴത്തേക്കും തിരിച്ച് വിളിക്കാമെന്ന് ഓർത്ത് ഞങ്ങളെല്ലാവരും അവിടെ വെയിറ്റ് ചെയ്ത് അവൻ ഓരോന്നിലും മാറി മാറി ഓടി ഓടിപ്പോയി കയറുകയാണ്. ചില സാധനങ്ങളിലൊക്കെ കയറുമ്പോൾ തന്നെ വീഴുന്നുണ്ട്. അങ്ങനെ അടുത്ത ഊഞ്ഞാലിലേക്ക് കയറിയേക്കണം. അങ്ങനെ അച്ചു കുറേ സമയം അവന് ആട്ടയൊക്കെ കൊടുത്ത് അവൻ പറയുന്നത് സ്പീഡിലാട്ട്, നല്ല സ്പീഡിലാട്ടെന്ന് പറയുവാണ്. പിന്നെ ഊഞ്ഞാലിൽ നിന്ന് ഇറങ്ങി അടുത്ത സാധനത്തിൽ കയറിയേക്കാണ്. വീഴുന്നുമുണ്ട്, പിന്നെ എഴുന്നേറ്റ് കയറി കളിക്കുന്നുമുണ്ട്. അവന് കളിച്ച് മതിയായിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കുറേ സമയം അവൻ കളിക്കുന്നതിന് വരെ നിന്നു. പക്ഷെ അവന് മതിയാവും തോന്നില്ല. കാരണം അവന് വല്ലപ്പോഴും വരുന്നത് കൊണ്ടും പിന്നെ കളിക്കാൻ ഇത്രയും പിള്ളേരെയൊക്കെ കണ്ടപ്പോഴത്തേക്കും അവൻ ഭയങ്കര കളിയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ അച്ചിയെ കയറ്റി ഊഞ്ഞാലിലിട്ട് ആട്ടാൻ തുടങ്ങി. ഞാൻ ആട്ടാന്നൊക്കെ പറഞ്ഞാൽ അവനെ അച്ചി ആട്ടിയതിനും അവൻ തിരിച്ച് ഞാൻ ആട്ടിക്കോളാം അച്ചി എന്നും പറഞ്ഞിട്ട് അവൻ ആട്ടുകയാണ്. പിന്നെ കുറേ റൈഡുകളും കാര്യങ്ങളും ഒന്നും അവിടെ വർക്കിംഗ് അല്ലായിരുന്നു. അവിടെ എന്തോ പണി നടക്കുന്നതുകൊണ്ട് ബോട്ടിങ്ങിൻ്റെ അവിടെയൊക്കെ പോയിട്ട് അതിലൊന്നും കയറാനൊന്നും പറ്റിയൊന്നുമില്ല.
അങ്ങനെ അവൻ്റെ ബർത്ത്ഡേ ദിവസം അവൻ നല്ലതുപോലെ എൻജോയ് ചെയ്ത് നല്ലതുപോലെ കളിക്കുകയൊക്കെ ചെയ്ത്. അങ്ങനെ അവൻ്റെ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് ഓർത്തു. പക്ഷെ അവൻ ആ സമയത്ത് കളിച്ച ക്ഷീണത്തിന് നല്ലതുപോലെ ഉറങ്ങി. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ പാഴ്സൽ വാങ്ങി വീട്ടിലേക്ക് പോവാണ്. അവനൊരു സർപ്രൈസ് ഉണ്ട്. അച്ഛയും അമ്മച്ചും അവനൊരു സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കുന്നത്. പക്ഷെ അത് അവൻ അറിയത്തൊന്നുമില്ല. കടയിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴാണ് അവൻ അറിയുന്നത് അവന് സൈക്കിൾ വാങ്ങിക്കാൻ പോവുകയാണെന്ന്. ഓരോന്ന് നോക്കുകയാണ്. പുള്ളിക്കൊന്നും അങ്ങോട്ട് പിടിക്കുന്നില്ല. ഏത് വേണമെന്നുള്ള കൺഫ്യൂഷനിൽ ഓടി ഓടി നടന്ന് ഓരോന്നും നോക്കുകയാണ്. കാർ എടുക്കാൻ പോകുന്ന പോലത്തെ ഗമയാണ് സൈക്കിൾ എടുക്കാൻ പോയിട്ട്. ഓരോ സൈക്കിൾ ഓടിച്ച് നോക്കുകയാണ്. ഈ സൈക്കിളൊന്നും അല്ല വാങ്ങി, അവനൊരു റെഡ് കളർ സൈക്കിളാണ് വാങ്ങിച്ചത്. അങ്ങനെ ഫൈനലി ഒരു സൈക്കിൾ സെലക്ട് ചെയ്ത് വീട്ടിലെത്തി. അച്ഛയോട് പോപ്പർ പൊട്ടിക്കാൻ പറഞ്ഞ് പോപ്പറൊക്കെ പൊട്ടിച്ച് അതിൽ കയറിയിരുന്ന് രാത്രി തന്നെ അവന് ചവിട്ടണം. അങ്ങനെ കുറേ പ്രാവശ്യം സൈക്കിളൊക്കെ ചവിട്ടി ഭയങ്കര സന്തോഷത്തിലാണ്. അവൻ ഇന്ന് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടന്നു. പുതിയ സൈക്കിൾ കിട്ടി. ഓരോ പ്രാവശ്യം ഇറങ്ങുക, കയറുക, സൈക്കിൾ നോക്കുക, ഇത് തന്നെയാണ്. നമുക്കും കുഞ്ഞിലിങ്ങനെയല്ലേ, എന്തെങ്കിലും പുതിയതായിട്ടൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ. എനിക്കാണ് ശരിക്കും കുഞ്ഞിലേക്ക് ഉറങ്ങാൻ പോലും പറ്റത്തില്ലായിരുന്നു. എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് പിന്നെ കളിക്കുന്ന ഓർമ്മയിൽ രാത്രിയിൽ ഉറങ്ങാൻ പോലും എനിക്ക് പറ്റിയിട്ടുണ്ടായില്ല കുഞ്ഞിലെ സൈക്കിളൊക്കെ മേടിക്കുന്ന സമയത്ത്. അങ്ങനെ വീട്ടിലെ മുറ്റത്തൂടെ കുറേ സമയം സൈക്കിളൊക്കെ ഓടിച്ച്. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻസൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ ടാറ്റാ, ബൈ ബൈ.